ഷെഫ് അറ്റോമിൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എഗ് ബുർജിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ, ലഞ്ചിൻ്റെ കൂടെ, ഡിന്നറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് എഗ് ബുർജി. അതിൽ നമുക്ക് മുട്ടയും കുറച്ച് ഇൻഗ്രീഡിയൻസ്, നമുക്ക് വീട്ടിൽ കിട്ടുന്ന എന്ത് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. 2 മിനിറ്റ് മാക്സിമം തയ്യാറാക്കാൻ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വേഗം വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ എഗ് ബുർജി തയ്യാറാക്കാൻ നമ്മൾ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഒരു സവോള, ചെറിയൊരു സവോള നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടു. വളരെ ചെറിയ സവോള എടുത്തിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടു. ഒരു പച്ചമുളക് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടു, 2ആയിട്ട് പിളർന്നിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടു. അല്പം കറിവേപ്പില ചോപ്പ് ചെയ്തിട്ടു. കറിവേപ്പില വേണമെങ്കിൽ മുഴുവനായിട്ട് തന്നെ ഇടാം. ഒരു പകുതി തക്കാളി ചോപ്പ് ചെയ്തിട്ടു. ആവശ്യത്തിന് ഉപ്പ്. ഇപ്പം നമ്മൾ 4 മുട്ടയ്ക്കായിട്ട് 1/4 ടേബിൾ സ്പൂണിൽ ഉപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇത്ര ഇൻഗ്രീഡിയൻസാണ് നമ്മളിത് ചേർത്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ സോട്ട് ചെയ്യുകയാണ് നമ്മൾ. അതിൻ്റെ പച്ചക്കുത്തിൽ പോയതിന് ശേഷം 4 മുട്ട വൈറ്റും യോക്കും ഇട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അല്പം ഒരു മിനിറ്റിൽ തന്നെ ശരിക്കും ഡ്രൈ ആയിട്ട് വരും. ഇനി അതിലേക്ക് നമ്മളൊരു 1/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. നല്ല റെഡ് കളറിൽ തന്നെ ഇത് കിട്ടും. കാശ്മീർ മുളക് പൊടി അങ്ങനെ അല്പം കൂടി കൂട്ടിയെടുക്കാം. പച്ചമുളക് കുറച്ചിട്ട് നല്ല റെഡ് കളറിൽ നല്ല ഭംഗിയുള്ള കളറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ എഗ് ബുർജി തയ്യാറായിട്ടുണ്ട്.